നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂട്യൂബിൽ വന്നിട്ടുള്ള 5 പുതിയ അപ്ഡേറ്റുകളെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. എല്ലാ ടൈപ്പ് ക്രിയേറ്റേഴ്സിനും യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ അപ്ഡേറ്റ്, യൂട്യൂബിലെ സബ്സ്ക്രൈബർ ഓൺലി കമന്റിന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം നമ്മൾ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കമന്റ് എനേബിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വന്ന് അതിൽ കമന്റ് ചെയ്യാനായിട്ട് പറ്റും. ചിലർ നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം, അല്ലാത്തവരുണ്ടായിരിക്കാം, എല്ലാവരും വന്ന് കമന്റ് ചെയ്തിട്ട് പോകും. പക്ഷേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രം ആ വീഡിയോയ്ക്ക് കമന്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഓൺലി കമന്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ആ വീഡിയോയിൽ കമന്റ് ചെയ്യത്തുള്ളൂ. ഇവിടെ മറ്റൊരു ഫെസിലിറ്റിയുടെ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്, നമ്മുടെ ചാനലിൽ മൊത്തമായിട്ട് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ട കാര്യമില്ല. ചില വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ ചിലപ്പം ബാഡ് കമന്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ധാരണ മുൻകൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോകൾ മാത്രമായിട്ട് നമുക്ക് ഈ സബ്സ്ക്രൈബർ ഓൺലി കമന്റ് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. അതായത് മൊത്തത്തിൽ ചാനലിൽ എനേബിൾ ചെയ്യേണ്ട കാര്യമില്ല, ആവശ്യമുള്ള വീഡിയോകളിൽ മാത്രം സബ്സ്ക്രൈബർ ഓൺലി കമന്റ് എനേബിൾ ചെയ്യാം. പിന്നെ അടുത്ത അപ്ഡേറ്റും കമന്റ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. കമന്റ് സെക്ഷനിൽ അങ്ങനെ അപ്ഡേറ്റുകളൊന്നും ഈ അടുത്ത സമയത്തൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പം നല്ല 2 കിഡിലൻ അപ്ഡേറ്റ് ആണ് ഇപ്പം യൂട്യൂബ് കൊണ്ടുവന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മൾ നോക്കി. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് സെക്ഷനിൽ നമുക്ക് മൾട്ടിപ്പിൾ കമന്റുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. 1 by 1 ആയിട്ട് ഓരോ കമന്റുകൾ എടുത്തിട്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇനിയും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് മൾട്ടിപ്പിൾ കമന്റ്സ് സെലക്ട് ചെയ്തുകൊണ്ട് എത്ര കമന്റ് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് ഒരുമിച്ച് നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരുമിച്ച് നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഒരേ കമന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഒരേ സമയത്ത് ഒരുമിച്ച് റിപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ, അതേപോലെ മൾട്ടിപ്പിൾ കമന്റ്സ് സെലക്ട് ചെയ്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും ഈ ഒരു ഫീച്ചർ വന്നു കഴിയുമ്പോൾ സാധിക്കുന്നതാണ്. മൂന്നാമത്, ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഷോർട്ട് വീഡിയോസിലെ എഫക്ട് മേക്കർ എന്ന് പറയുന്ന ഒരു പുതിയ ടൂൾ യൂട്യൂബ് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു ടൂളിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഷോർട്ട് വീഡിയോസിൽ മാത്രമേ ഇതുള്ളൂ, നമുക്ക് എഫക്ട്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ഏത് ടൈപ്പ് എഫക്ട്സ് ആണ്, എന്താണ് സംഭവം എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ടൂൾ വരാനായിട്ട് പോകുന്നുണ്ട്. മൊബൈൽ ഫോണിൽ നിന്ന് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ നിന്ന് മാത്രമേ ഈ ഒരു ടൂൾ ഇപ്പം ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം യൂട്യൂബ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. കാരണം സാധാരണ ഷോർട്ട് വീഡിയോസ് എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നത് മൊബൈലിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ഫീച്ചർ മൊബൈലിൽ തരാതെ ഡെസ്ക്ടോപ്പിൽ നിന്ന് ആണ് ആക്സസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അത് മാറ്റിയിട്ട് നമുക്ക് മൊബൈലിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഒരു ടൂള് ലോഞ്ച് ചെയ്യുക. നാലാമത്തെ അപ്ഡേറ്റ്, ബ്രാൻഡ് കണക്ട് എന്ന് പറയുന്ന ഒരു സംഭവം യൂട്യൂബ് കൊണ്ടുവന്നായിരുന്നു. ഒരു പക്ഷേ നിങ്ങളതൊക്കെ എനേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ബ്രാൻഡ് കണക്റ്റിന്റെ ത്രൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടോ? എനിക്കിതുവരെ ബ്രാൻഡ് കണക്റ്റിന്റെ ത്രൂ പ്രൊമോഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ബ്രാൻഡ് കണക്റ്റിന്റെ ത്രൂ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കാര്യം കമന്റ് ചെയ്യുക. ബ്രാൻഡ് കണക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ബ്രാൻഡുമായിട്ട് നമ്മുടെ ചാനലിനെ കണക്ട് ചെയ്യും, നമുക്ക് അതിലൂടെ പ്രൊമോഷൻ കൊണ്ടുതരുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ അത് അത്ര ആക്റ്റീവായിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ വെളി രാജ്യങ്ങളിലൊക്കെ ഈ ഒരു ഫീച്ചർ നല്ല രീതിയിൽ ഇപ്പം ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാകാം. ഫ്യൂച്ചറിൽ നമുക്കും ഇന്ത്യയിലും ഈ ഒരു ബ്രാൻഡ് കണക്ട് കാരണം പ്രൊമോഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ബ്രാൻഡ് കണക്ട് എന്ന് പറയുന്ന ഫീച്ചറിലേക്കാണ് ഇപ്പോൾ പുതിയൊരു സംഭവം യൂട്യൂബ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം നമുക്ക് ബ്രാൻഡ് കണക്റ്റിന്റെ ത്രൂ ഒരു പ്രൊമോഷൻ കിട്ടിയെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ബ്രാൻഡ് കണക്റ്റിന്റെ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ബ്രാൻഡിന്റെ പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡുകളെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ടാഗ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നു എന്നുള്ള കാര്യം മാത്രമാണ് യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രാൻഡ് കണക്ട് എന്ന് പറയുന്ന കാര്യം യൂട്യൂബ് ആക്റ്റീവായിട്ട് ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. അടുത്ത അപ്ഡേറ്റ് യൂട്യൂബിൻ്റെ ഷോപ്പിംഗ് അഫിലിയേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് യൂട്യൂബിൻ്റെ കിഡിലൻ ഒരു സംഭവമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഷോപ്പിംഗ് അഫിലിയേറ്റ്. ഒരു പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഷോപ്പിംഗ് അഫിലിയേറ്റ് ഉപയോഗിച്ച് തുടങ്ങുക. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഷോപ്പിംഗ് അഫിലിയേറ്റിൽ ഇപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ വീഡിയോ ചെയ്യുന്നു, ആ പ്രൊഡക്റ്റുകൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും മിന്ത്രയിൽ നിന്നും ടാഗ് ചെയ്യുന്നു. അതല്ലാതെ യൂട്യൂബ് ഇപ്പം മറ്റ് പല ഏജൻസികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട്, ടൈപ്പ് ചെയ്തുകൊണ്ട് ഈ ഏജൻസീസ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ 1-2 ഏജൻസികൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 ഏജൻസികൾ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവരെടുത്തിട്ടുണ്ട്. അവർ പിന്നീട് നമുക്ക് ഈ സെല്ലേഴ്സിനെ ഡയറക്റ്റ് കണക്ട് ചെയ്യുകയും ആ സെല്ലേഴ്സ് നമുക്ക് പ്രൊഡക്റ്റുകൾ അയച്ചു തരികയും ആ പ്രൊഡക്റ്റുകളുടെ വീഡിയോ നമുക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി തരികയും ചെയ്യും. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഈ പ്രൊഡക്റ്റ് റിവ്യൂസിന് വേണ്ടി നമ്മുടെ കയ്യിലെ പൈസ മുടക്കി പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തിട്ട് അത് റിവ്യൂ ചെയ്യേണ്ട കാര്യമില്ല. സെല്ലേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യും. അത് യൂട്യൂബിൻ്റെ ത്രൂ ആണ് ഈ ഏജൻസീസുമായിട്ടുള്ള കണക്ട് ചെയ്തുകൊണ്ടുള്ള ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ പല ക്രിയേറ്റേഴ്സിനെയും ഇങ്ങനെ പല ഏജൻസികൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ ആക്റ്റീവായിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആക്റ്റീവായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ പ്രയോജനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് യൂട്യൂബ് പുതുതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന അപ്ഡേറ്റുകൾ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ മനസ്സിലാക്കിക്കോട്ടെ. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.